സ്വാമി ശരണം. താരകബ്രഹ്മമായി മാമലമേൽ അമരുന്ന സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമി സവിധത്തിൻ്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പൂർവസൂരികൾ ഇങ്ങനെ പ്രവചിച്ചു: കലിയുഗത്തിൽ ധർമ്മം നശിക്കും, അധർമ്മം താണ്ഡവമാടും, മനുഷ്യർ അഹങ്കാരികളും ദുർമോഹികളുമാകും, കാമക്രോധ ലോഭമോഹ മതമാത്സര്യ ചിന്തകൾക്ക് അടിമകളാകും, കള്ളവും കപടതയും സ്വാർത്ഥതയും എവിടെയും കൊടികുത്തി വാഴും. ഇങ്ങനെ പ്രപഞ്ചത്തെയാകമാനം അധർമ്മം ഗ്രസിക്കുമ്പോൾ തിന്മയെ നിഗ്രഹിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ ഹരിയുടെയും ഹരന്റെയും പുത്രനായി ഹരിഹരസുതൻ എന്ന പേരിൽ താരക ബ്രഹ്മം അവതരിക്കും. ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പദത്തിൽ അന്തർലീനമായിരിക്കുന്ന അനേകം അനുഭൂതികൾ ഭക്തഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇതര ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി അനേകം പ്രത്യേകതകൾ സൂക്ഷിക്കുന്ന ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ആത്മശുദ്ധീകരണത്തിനുള്ള പടിവാതിൽ ഭക്തർക്കായി തുറന്നിടുന്നു. ധർമ്മ സംസ്ഥാപനത്തിലൂടെ ഭൂമിയെ രക്ഷിക്കുകയാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാര ലക്ഷ്യം. കലിയുഗത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുകയും ഭക്തിപൂർവം ആശ്രയിക്കുന്നവരെ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവർക്ക് സർവാഭീഷ്ട സിദ്ധി നൽകി അനുഗ്രഹിച്ച് ജന്മസാഫല്യമേകുകയും ചെയ്യുന്നു ശ്രീധർമ്മശാസ്താവ്. മഹാദേവന് കൈലാസം പോലെ, മഹാവിഷ്ണുവിന് വൈകുണ്ഠം പോലെ ഭക്തമാനസങ്ങളിൽ അയ്യനും അപ്പനുമായി ജ്വലിക്കുന്ന ധർമ്മശാസ്താവിന് ആലയമാണ് ശബരിമല. അത്ര അതുല്യമായ പ്രാധാന്യവും അചഞ്ചലമായ വിശ്വാസവുമാണ് അനേക കോടി ഭക്തർ മണികണ്ഠൻ വാഴുന്ന മാമലയ്ക്ക് കൽപ്പിക്കുന്നത്.
സത്യമായ പൊന്നു 18 പടികൾ കയറി സ്വാമി ദർശനം പൂർത്തിയാക്കിയ ശേഷം ഭക്തർ ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം നെയ്ത്തേങ്ങ ഉടച്ച് അതിലെ നെയ്യ് ഭഗവാന് അഭിഷേകത്തിനായി സമർപ്പിക്കുക എന്നുള്ളതാണ്. നെയ്ത്തേങ്ങയുടെ ഒരു മുറി കന്നിമേൽ ഗണപതിയുടെ നടയ്ക്കു മുന്നിലുള്ള ഹോമകുണ്ഡത്തിൽ നിക്ഷേപിക്കുന്നു. മറ്റൊരു മുറി പ്രസാദമായി ഭക്തർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അയ്യപ്പന് പ്രധാനം നെയ്യഭിഷേകമാണ്. കെട്ടുനിറയ്ക്കുമ്പോൾ നെയ്ത്തേങ്ങ പ്രധാനമാകുന്നത് അതുകൊണ്ടാണ്. നെയ്ത്തേങ്ങ ഭക്തന്റെ ശരീരവും അതിൽ നിറയ്ക്കുന്ന നെയ്യ് ആത്മാവുമാണ്. നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവിനെ ഭഗവാന് സമർപ്പിക്കുന്നു എന്നർത്ഥം. നെയ്യ് നിറച്ചു കൊണ്ടുവരുന്ന നാളികേര ശിഷ്ടം ഹോമകുണ്ഡത്തിൽ നിക്ഷേപിക്കുമ്പോൾ സ്വശരീരം അഗ്നിയിൽ നിക്ഷേപിച്ച് സർവ്വപാപമോചനം നേടി ദുഃഖ നിവാരണം വരുത്തുന്നു എന്നാണ് വിശ്വാസം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ നടയിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ നടത്തുന്ന വഴിപാടുകൾ പലതുണ്ട്. ഓരോ സമർപ്പണങ്ങൾക്കും മധുരതരമായ അനുഗ്രഹവർഷം ഭഗവാൻ നൽകും എന്ന സ്വാനുഭവമാണ് ഓരോ വഴിപാടുകളും നടത്തുവാൻ ഭക്തർക്കുള്ള പ്രചോദനം. നെയ്യഭിഷേകം കൂടാതെ അപ്പം, അരവണ, ശർക്കര പായസം, വെള്ളനിവേദ്യം, പഞ്ചാമൃതം, നീരാഞ്ജനം, എള്ളുണ്ട, പഴം, ത്രിമധുരം, പാനകം, ഇളനീർ, നെയ്വിളക്ക്, കർപ്പൂരദീപം, പുഷ്പാഞ്ജലി, പനിനീരഭിഷേകം, പട്ട്, നാണയം, സ്വർണം, രത്നം, പൂക്കൾ, ഹാരം, വെടിവഴിപാട്, ഗണപതി ഹോമം, കളഭാഭിഷേകം, അഷ്ടാഭിഷേകം, ശയനപ്രദക്ഷിണം, മുദ്രയും വടിയും, ഉടയാട സമർപ്പണം, തുലാഭാരം, ഇങ്ങനെ പോകുന്നു ഭക്തർ അയ്യപ്പ സ്വാമിയുടെ കൃപാകടാക്ഷത്തിനായി സമർപ്പിക്കുന്ന വഴിപാടുകളുടെ നിര.
വില്ലാളി വീരനായ വീരമണികണ്ഠനായ ഹരിഹരസുതനെ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാമി സവിധം ഇവിടെ പൂർത്തിയാക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സ്വാമി ശരണം.